ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുന്നതിനായി നമ്മളോടൊപ്പം മുരമ്പം സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാലം ചർച്ച നടത്തിയ വിഷയമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നു. ഭാഗികമായി ഉള്ള ഒരു സ്റ്റേ, ചില പ്രൊവിഷനുകളിൽ ഭാഗികമായി സ്റ്റേ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങേക്ക് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്? എത്രത്തോളം ഇമ്പാക്റ്റ് ഇത് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും? സുപ്രീം കോടതിയുടെ സ്റ്റേ, അതുപോലെ തന്നെ ഈ ബാക്കി സ്റ്റേ ചെയ്യാത്ത ഭാഗങ്ങളും എല്ലാം കൂടെ ചേർക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ വിലയിരുത്താൻ കഴിയുക? അല്ല, മുസ്ലിങ്ങളെ ചേർക്കണമെന്നുള്ളതും പിന്നെ 5 വർഷം ഒരു മുസ്ലിം ആയിരുന്ന ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊന്നും മുനമ്പം സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും വലിയ പ്രാധാന്യം ഉള്ള വസ്തുതല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഫറൂഖ് കോളേജിൽ നിന്നാണ് ഈ ഭൂമി വാങ്ങിയത്. അപ്പോൾ അന്ന് തുടങ്ങി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, സെക്ഷൻ 2A അനുസരിച്ചിട്ട് അതില് സൊസൈറ്റി ആക്ടും പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ബോറ അഗ ഖാനി എന്നീ 2 മുസ്ലിം സമുദായങ്ങൾക്ക്, ഷിയ വിഭാഗത്തിലെ സമുദായങ്ങൾക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകൾ വഖഫായി ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അതെല്ലാം അവരുടെ ആ ട്രസ്റ്റിന്റെ കൺട്രോളിലാണ് വരുന്നതെന്നാണ് ഈ സെക്ഷൻ 2A പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ട്രസ്റ്റുകൾക്ക് കിട്ടിയിരിക്കുന്ന സമർപ്പണങ്ങളും എന്ന് പറയുമ്പോൾ ഈ ഫറൂഖ് കോളേജ് 1860 സൊസൈറ്റി ആക്ടും പ്രകാരം 1948 രൂപീകൃതമായതാണ്. 1947 രൂപീകരിച്ചതിന് ശേഷം 1950 നവംബർ 1 ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത്. അങ്ങനെ ഫറൂഖ് കോളേജിന് കൊടുത്തിട്ടുള്ള ആ ഭൂമിയാണ് 1989 ഞങ്ങൾ വാങ്ങുന്നത്. ഞങ്ങളോട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ സെക്ഷൻ 2A അതിന് ചട്ടങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ അത് കാലതാമസമില്ലാതെ മുനമ്പം ജനതയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരമാകുമെന്ന് നമ്മൾ നേരത്തെ തുടങ്ങി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിലും കോടതി വ്യവഹാരങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ വരുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പൊ ചട്ടങ്ങൾ രൂപീകരിക്കാനായിട്ട് ഗവൺമെന്റിന് ഈ ഒരു മാർഗതടസ്സവും ഇല്ല, കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സുപ്രീം കോടതി ഈ സെക്ഷൻ 2A പറ്റി ഒരു പരാമർശനവും തന്നെ നടത്തിയിട്ടില്ല. അപ്പൊ അതിന് സ്റ്റേ ഇല്ല. അതോടൊപ്പം തന്നെ ഞങ്ങള് ഇപ്പൊ പ്രയറായിട്ട് വഖഫ് ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്നത് വഖഫാണോ അല്ലേ എന്നതിലുപരി നിയമവിരുദ്ധമായിട്ട് ഈ വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു വഖഫ് രജിസ്റ്ററിൽ ഒരു പ്രോപ്പർട്ടി എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് നിയമങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം താമസക്കാരായിട്ട് 61 വർഷം ആധാരപ്രകാരം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് 61 വർഷമായിട്ടുണ്ടെന്ന് ആധാരത്തിൽ തന്നെ വ്യക്തമാക്കണം. അങ്ങനെ ഞങ്ങൾക്ക് നോട്ടീസ് തരാതെ സെക്ഷൻ 4 ആണ് സർവേ നടത്തണമെന്നുള്ളത്. വഖഫ് സെക്ഷനിൽ 4 പറയുന്നു സർവേ നടത്തണം. വഖഫ് സെക്ഷൻ 5ഉം 6ഉം പറയുന്നു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം, വഖഫ് ബോർഡിൽ താമസക്കാരെ കേൾക്കണം, അതേപോലെ തന്നെ ഗസറ്റിൽ പരസ്യം ചെയ്യണം. ഈ വക 4 കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യാതെ കരമടക്കാൻ ചെന്ന സമയത്താണ് ഇത് വഖഫിന്റെ ഭൂമിയാണെന്ന് പറയണത്. അപ്പൊ നിയമവിരുദ്ധമായിട്ട് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത ആ പ്രോപ്പർട്ടി റവന്യൂ വകുപ്പ് അതിന് ഒത്താശ ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ് റവന്യൂ വകുപ്പ് ഈ നിയമവിരുദ്ധമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഒരു കോടതിയും, അമിത് ട്രാവലിന്റെ ബെഞ്ച് പറഞ്ഞത് ഒരു കോടതിയും ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ നോക്കിക്കാണുമ്പോ ഞങ്ങളിപ്പോ ഇത്ര 4 വർഷത്തോളമായിട്ട് വളരെ ദുരിതത്തിലാണ്. ഇപ്പൊ സെപ്റ്റംബർ 27 350 ദിവസം നിരാഹാര സമരം തുടങ്ങിയിട്ട് ആരംഭിക്കും. വഞ്ചി സ്ക്വയറിൽ തുടങ്ങിയിട്ട് 1 വർഷം ശ്രദ്ധ സമരം നടത്തിയിട്ട് 1 വർഷം തികയാണ്. അപ്പൊ ആ ശ്രദ്ധ സമരം 1 വർഷം തികയുമ്പോൾ 350 ആളുകളെ നിരാഹാര സമരത്തിൽ പങ്കെടുപ്പിച്ച് എല്ലാ സമുദായങ്ങളെയും കൂട്ടിച്ചേർത്ത് സംസ്ഥാന നേതൃത്വം അതിൽ ശക്തമായി ഇടപെട്ട് ഈ നിയമവകുപ്പ്, റവന്യൂ വകുപ്പ് നിർത്തിവെച്ചിരിക്കുന്ന റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. ഇത് തന്നെയാണ് ഞങ്ങൾ ട്രൈബ്യൂണലിലും കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഗവൺമെന്റിന് അത് ചെയ്യാനും സാധിക്കും. അതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിയമം, ചട്ടം സെക്ഷൻ 2A അനുസരിച്ച് അത് വരുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതലും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം മുനമ്പം വിഷയം ഈ പ്രധാനമായിട്ടും ഉയർത്തി കാണിച്ചു തന്നെയാണ് പാർലമെന്റിൽ ആ നിയമം പാസ്സാക്കുന്ന സമയത്ത് നേരിട്ടുള്ള വിക്ടിംസ്, ഈ വഖഫ് നിയമം കൊണ്ട് ദുരന്തം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ടെന്ന് ദേശീയ തലത്തിൽ അറിയപ്പെടാൻ കഴിഞ്ഞത് തന്നെ
ഈ മുനമ്പം ജനത ഉണ്ടായതിന്റെ പേരിലാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തിരമായി ചട്ടങ്ങൾ രൂപീകരിച്ച് സംസ്ഥാനത്തിന് കൈമാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതും ഒരു ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വ്യവഹാരങ്ങളടക്കം മാറ്റിവെച്ച് നമുക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മോചനത്തിലേക്ക്, ഈ വഖഫിൻ്റെ ഒരു ക്ലച്ചസിൽ നിന്നുള്ള ഒരു മോചനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണല്ലോ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അത് മാറിക്കിട്ടാനായിട്ട് ഞങ്ങൾക്കൊന്നും തന്നെ പറ്റുന്നില്ല. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ അവസാനം ഇപ്പൊ പറയണത് സുപ്രീം കോടതിയിലെ കേസ് വരെ തീരട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്? നിയമവിരുദ്ധമായിട്ടാണ് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുന്നത്. കാരണം നിയമവിരുദ്ധമായിട്ടാണ് വഖഫ് ബോർഡ് വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ മാറേണ്ടത്. അത് മാറിക്കഴിഞ്ഞാൽ റവന്യൂ അവകാശങ്ങളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പിന്നെ ചട്ടങ്ങൾ രൂപീകരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വഖഫിന്റെ ഒരു ഇതിലേക്ക് വരികയുമില്ല. അപ്പൊ ഗവൺമെന്റിന് അടിയന്തിരമായി ഈ പ്രശ്നം, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരാൻ സാധിക്കും. ഇപ്പൊ ഇന്നലെയും സമരമുഖത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്നലെ മിനിഞ്ഞാന്നാളെ മരിച്ചു, ശവസംസ്കാരം. വലിയ നല്ല നിലയിലുള്ള ഒരു ഹോസ്പിറ്റലുകളിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് വേണം കരുതാനായിട്ട്. കാരണം വളരെ ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് ആണ് അത് സമരഭൂമിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ജാക്സൺ വലിയ വീട്ടിൽ. അദ്ദേഹം മരണപ്പെട്ടു. അതിന് തൊട്ടടുത്തും കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു വ്യക്തിയും ഇതേപോലെ തന്നെ മരണപ്പെടുകയുണ്ടായി. ഇവിടെ ഭൂമിയുള്ളവരാണ് എല്ലാവരും. അത് പക്ഷെ മറിച്ചു വെൽക്കാനോ പണയം വെക്കാനോ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊട്ടി ഏറ്റവും അവസാനത്തെ ദുരന്തത്തിലേക്കാക്കി നിൽക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പൊതുയോഗത്തിലെ ഒരു വനിത പൊതുയോഗത്തിലെ എണീറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങള് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരു മനുഷ്യാവകാശ സംഘടനകളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് വരികയോ അത് കൗൺസിലിംഗ് ചെയ്യേണ്ടതാണ്. ഇത് വളരെ എല്ലാ ആളുകളെയും, ഓരോ കുടുംബത്തിലെ ആളുകളെയും ഞങ്ങൾക്ക് ദുരന്തങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു പരിഹാരം കാണാനായിട്ട് ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ആ പരിഹാരം കാണുന്ന സമയം വരെയും ഞങ്ങളിങ്ങനെ നിരാഹാര സമരം അനുഷ്ഠിക്കും. അത് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കും. ഒക്ടോബർ 13-ാം തീയതി വരുമ്പോൾ 100 ദിവസം 360 ഒരു വർഷം തികയാണ് നിരാഹാരം തുടങ്ങിയിട്ട്. അതും ശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു ദിനം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. എല്ലാ വശങ്ങളും ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. മുനമ്പത്ത് നിന്നും ജോസഫ് പെന്നി, സമരത്തിൻ്റെ കൺവീനർ, അദ്ദേഹമാണ് നമ്മളോട് ഇത്രയും സംസാരിച്ചത് ഈ വിഷയങ്ങളെക്കുറിച്ച്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്, വിഷയവുമായി ബന്ധപ്പെട്ട്.